ഹലോ, ഞങ്ങളിതേ കുടമാറ്റം അങ്ങനെ എത്തിയിട്ടാ. ഒടുക്കത്തെ വെയിലും അതുപോലെ തന്നെ തിരക്കൂട്ടോ. അപ്പം അതിങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ദേ നമ്മുടെ തിര പാറമേക്കാവിൻ്റെയാണ് ആദ്യം ഇറങ്ങിയത്. ഓപ്പോസിറ്റ് സൈഡിലവരാണല്ലോ. അപ്പോൾ അവിടുത്തെ ദേ ആനയുടെ തിടമ്പേറ്റി ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എല്ലാ ആനകളും വന്ന് അവിടെ ഇങ്ങനെ നിരന്ന് നിന്നു. നീല കുടയാണ് കേട്ടോ അവർ ചൂടിയിരിക്കണേ. 2-3 കുട ഇവിടെ നിന്ന് മാറിയിട്ടാണ് അവർ അപ്പുറത്തെ സൈഡിലോട്ട് പോയത്. ഇവർ പോയതിന് ശേഷമാണ് നമ്മുടെ തിരുവമ്പാടിയുടെ ആനകൾ വന്ന് നിരന്ന് നിൽക്കുക കേട്ടോ. അപ്പം അതൊരു കാണാൻ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. കാരണം നമ്മൾ കൂടുതലും ഞാൻ ടി വിയിലാണ് കണ്ടിട്ടുള്ളത്. കുഞ്ഞിലേ എപ്പോഴുമാണ് വീട്ടിൽ നിന്ന് ആൻറ്റിയും ആൾക്കാരൊക്കെ ആയിട്ട് കുഞ്ഞിലേ പോയിട്ടുള്ളതാണ്. അന്നൊന്നും ഇത് ആസ്വദിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഒന്നുമില്ല. 2ാം ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. ഇപ്പോൾ അത് ആസ്വദിക്കാമെന്നായപ്പം നമുക്കിങ്ങനെ തിരക്കും ജനങ്ങളും ഇതൊക്കെ തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടെടുത്തിട്ട് കിട്ടിയതാണ്. കാരണം രാവിലെ തൊട്ട് ഓരോ ചടങ്ങുകളാണല്ലോ. അപ്പം അതിന് വന്നിട്ടുള്ള ആളുകളൊക്കെ ഇനി ഈ വെടിക്കെട്ട് കൂടെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പോൾ ആളുകൾ ഒരു 12 മണി 12:30 ആകുമ്പോഴത്തേനും ഇവിടെ തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് ഇതൊരിക്കലും നേരത്തെ കൂട്ടി വന്നിട്ട് എവിടെയും വന്നിരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ നേരത്തെ വന്നിരുന്നിട്ടുള്ള മിക്ക ആളുകളും അവിടെ കുഴഞ്ഞു വീഴലും ശ്വാസം കിട്ടാണ്ടും ഛർദിയും തളർച്ചയൊക്കെ ആയിട്ട് അവർ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പോലീസുകാരെല്ലാവരും ഭയങ്കര എന്താ പറയുക ടയേർഡാണ്. അവർക്കും ഭയങ്കര റിസ്ക് ഉണ്ട്. അപ്പോൾ ദേ നമ്മുടെ പാറമേക്കാവിൻ്റെ ആനങ്ങനെ പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്. അവരപ്പം തന്നെ അതേ ഓറഞ്ച് കൂടെ മാറ്റി 2-3 തരം കൂടകളൊക്കെ മാറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ തിരുവമ്പാടിയുടെ ആനകളുടെ എൻട്രി വരുന്നത്. അപ്പം അത് കണ്ടുകൊണ്ടിരിക്കുക ഒരു പ്രത്യേക കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അത് കഴിഞ്ഞ് നീലക്കുട. പിന്നെ എന്താ പറയുക, ഈ ആനയുടെ മേലിരിക്കുന്ന ചേട്ടന്മാരുണ്ട് ഭയങ്കര ആക്റ്റീവാട്ടോ. കണ്ടില്ലേ, അവർ ഓരോ ആക്ഷൻ കൊടുക്കുമ്പോഴാണ് ഈ ജനങ്ങൾ ഭയങ്കര ആവേശത്തിൽ തിക്കും തിരക്കും ബഹളമൊക്കെ. ഇവർ ഒളി കേൾക്കുമ്പോൾ എന്തോ സംഭവം അവിടെ നടക്കുന്നുണ്ടെന്നുള്ള വിചാരിക്കും. പക്ഷെ അതല്ല, ഇവർ ഓരോ ആക്ഷൻ ചെയ്യുമ്പോൾ അവരതനുസരിച്ച് ജനങ്ങളെല്ലാവരും ഓടി. ഇത്രയധികം എന്താ പറയുക, ഇത്രയും തിരക്കായിട്ട് പോലും എത്ര എന്താ ഇപ്പം വീണ്ടും നമ്മുടെ തിരുവമ്പാടിയുടെ ആനകൾ നിരന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സമയം ഒരു പറഞ്ഞ സമയത്ത് തന്നെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അധികം വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. 5:30 അവർ പറഞ്ഞത്. ഏകദേശം 5:30 5:45 ആകുമ്പോഴത്തേന് തന്നെ ഒരുവിധം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആനകളൊക്കെ തന്നെ ഓരോന്നായിട്ട് തിടമ്പേറ്റി ആന ഫസ്റ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ബാക്കിയുള്ള ആനകളായിട്ട് 15 ആനയും കൂടെ ഇവിടെ നിൽക്കും. അത് കഴിഞ്ഞാലാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ കുടമാറ്റം നടക്കാൻ പോകുന്നത്. എനിക്കൊരുപാട് ആകാംക്ഷയുണ്ട് എല്ലാവരെ പോലെ തന്നെ. കാരണം ഞാൻ ഇത്രയും അടുത്ത് നിന്ന് കാണുന്നത്. പിന്നെ നമുക്കിത് ഈ ഒരു മരം തടസ്സമാണ്. നമ്മളന്ന് വെടിക്കെട്ടിന് വന്നപ്പോഴും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും ഇവിടെ തടസ്സം. ഞങ്ങൾ പോലീസുകാരോട് കുറേ ചോദിച്ചു ഞങ്ങൾക്ക് ആ ഫ്രണ്ടിലൊന്ന് പോയി നിൽക്കാൻ പറ്റുമെന്ന്. അപ്പം അവർ സമ്മതിച്ചില്ല. കാരണം അവിടുന്ന് കുറേ പേരെ തളർന്നിട്ട് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരിക. പിന്നെ നമ്മളും കൂടെ അവിടെ ചെന്ന് ബുദ്ധിമുട്ടും. അപ്പോൾ ഇവിടെ കുടമാറ്റം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തിരുവമ്പാടിയുടെ ആൾക്കാർ നീല കുട ഉയർത്തിയപ്പോൾ ഇവരിവിടെ ലൈറ്റ് നീല അവിടെ ആക്കിയപ്പോൾ ഇവിടെ നല്ല ഡാർക്ക് നീല. അങ്ങനെ കുടകൾ ഇതേ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലുകാർ പറയണ പോലെ ഭയങ്കരമായിട്ട് എനിക്ക് പറയാനറിയില്ല. അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുക. ഇത് പാറമേക്കാവ്, ഇത് തിരുവമ്പാടി കേട്ടോ. അപ്പോൾ നല്ല നല്ല വെറൈറ്റി കുടകളുണ്ട്. നമ്മൾ ചമയത്തിന് കണ്ടതിൽ കുറേ സസ്പെൻസൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ. ആ സസ്പെൻസുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളിത് പരമാവധി ആസ്വദിക്കുന്നതാണ് ഞാൻ വിചാരിക്കണേ കേട്ടോ. അപ്പോൾ ഓക്കെ, നിങ്ങൾ ലൈവായിട്ട് തന്നെ അത് കാണും കേട്ടോ. ബാംഗ്ലൂരിൽ നിന്നും വന്നിട്ടുള്ള അന്വേഷണം അരുൺ എന്നിവർ പൂരപ്പള്ളൂരിന് സമീപം കാത്തിരിക്കുന്നു. ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്തു നിന്നും വന്നിട്ടുള്ള അക്ഷയനെയും കാത്തു മൻസൂർ പൂരങ്കല്ലൂരിന് സമീപം കാത്തിരിക്കുന്നു.
ശ്രദ്ധിക്കുക. സമീപം വടക്കാഞ്ചേരി കേട്ടിട്ടുണ്ടോ? ദൂരക്കണ്ണൂരിന് സമീപം കാത്തുനിൽക്കുന്നു. ശ്രദ്ധിക്കുക. കട്ടിലപുരത്തിൽ നിന്ന് വന്നിട്ടുള്ള മേരി ശ്രദ്ധിക്കുക. പട്ടാഞ്ചേരി വിമലയോടൊപ്പം ചുവപ്പൂരിൽ നിന്നും വന്ന മോഹിനിയെ വിമല വീട്ടിൽ പോയതായി അറിയിച്ചിരിക്കുന്നു. അമൽ, അനന്ത്, ആരതി, ശാൽവ എന്നിവരെയും കാത്തു. തിരുവനന്തപുരത്ത് നിന്നും വന്നിട്ടുള്ള ലേവിക പൂരകണ്ണൂർ റൂമിൽ കാത്തു നിൽക്കുന്നു. നൽകുന്നു. ഗവൺമെന്റ് ദൂരക്കണ്ണൂരിന് സമീപം കാത്തു നിൽക്കുന്നു. ദൂരക്കണ്ണൂരിന് സമീപം കാത്തു ഗണപതി കഴിഞ്ഞു.
മാനുവലിൽ നടത്തുള്ള അന്വേഷണങ്ങൾക്കായിട്ട് രാജ്യം പോലീസ് സംഘടനകൾ ഏറ്റുചെയ്യുന്നു. മാസത്തിക്കാൻ എത്തിയിട്ടുള്ളവർ നിങ്ങളുടെ കുട്ടികളെ കൂട്ടത്തിൽ പോകാതെയും സൂക്ഷിക്കേണ്ടതാണ്. മാസത്തിക്കാൻ എത്തിയവർ നിങ്ങളുടെ വിലയേറിയ ആഭരണങ്ങൾ, മൊബൈൽ ഫോൺ, പേഴ്സുകൾ എന്നിവ നഷ്ടപ്പെടാതെയും കുട്ടികളുമായി മാസത്തിക്കാൻ എത്തിയവർ നിങ്ങളുടെ കുട്ടികളെ കൂട്ടത്തിൽ പോകാതെയും സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനത്തെ നമ്മുടെ കുടമാറ്റം ഇങ്ങനെ ഏകദേശം ഫൈനലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫൈനൽ ഇറക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അവിടെ ഇല്ല. ഒന്നാമത് ഇരുട്ട്, പിന്നെ ആളുകൾ മുഴുവൻ ഹൈറ്റുള്ള ആളുകൾ വന്നപ്പോൾ ഞങ്ങൾക്കത് എടുക്കാൻ വളരെ അപ്പം ഞങ്ങൾ ഇവിടെ വരെ കണ്ടിട്ട് തിരിച്ചു പോകും. നമ്മുടെ കുടമാറ്റൊക്കെ ഒരു വിധമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഫുള്ളൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർക്ക് ശ്വാസം പോലും കിട്ടാനില്ല. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു വെടിക്കെട്ട് കൂടി അതും കൂടെ നമുക്ക് വൈകുന്നേരം. ഓക്കെ, ബൈ.